Hello students, I am Vasya. This is our sociology faculty. This is our sociology class provided by D-Zone and Hybrid campus. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 4 ആയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു പുതിയ ചാപ്റ്ററിലെ സോഷ്യോളജിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ 3 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ 4ന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ സോഷ്യോളജിയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, അതായത് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെ, ടെക്നിക്സുകൾ ഏതൊക്കെ എന്നാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ആദ്യം ഒരു 5 ടെക്നിക്സുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു 5 മെത്തേഡ്സുകളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മെത്തേഡ്സുകൾ ഏതൊക്കെ നോക്കാം അല്ലേ. എത്ര മെത്തേഡ്സ് ഉണ്ട്? മൊത്തം 5 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, രണ്ടാമത്തെ ഏതാണ്? കമ്പാരിറ്റീവ് മെത്തേഡ്, മൂന്നാമത്തത് എക്സ്പെരിമെന്റൽ മെത്തേഡും, നാലാമത്തത് എംപിരിക്കൽ മെത്തേഡ്, അഞ്ചാമത്തത് ഏതാണ്? ഫങ്ഷണലിസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ 5 മെത്തേഡാണ് മൊത്തം ഉള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. എന്താണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ചരിത്രപരമായ രീതിയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? സാമൂഹ്യ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അല്ലെ, സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ പഠനം നടത്തിയിട്ടുള്ള അല്ലെ, മുൻകാല രേഖകളിൽ നിന്നും അടിസ്ഥാനമാക്കി പഠനം നടത്തുന്ന അത്തരത്തിലുള്ളൊരു മെത്തേഡിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അഥവാ ചരിത്രപരമായ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതായത് മുൻകൂട്ടി ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ പരിശോധിച്ച് അതിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട് ഡാറ്റ നമ്മൾ ആ റിസർച്ച് ചെയ്യുന്നതിനെയാണ് ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഏത്? കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യ രീതി. താരതമ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പ്രതിഭാസങ്ങളെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് പഠനം നടത്തുന്ന രീതിയാണ് എന്ത്? കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഈ ഒരു പഠന രീതി അനുസരിച്ച് സമൂഹത്തിലുള്ള വ്യത്യസ്ത 2 പ്രതിഭാസങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? താരതമ്യം ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് എന്ത്? കമ്പാരിറ്റീവ് മെത്തേഡ് അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ 2 ഗ്രൂപ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്മാൾ ഗ്രൂപ്പും ഒരു ലാർജ് ഗ്രൂപ്പും, അല്ലെങ്കിൽ 2 കാസ്റ്റോ അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്തിട്ട് അത് തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്ത് അതിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? കമ്പാരിറ്റീവ് മെത്തേഡ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് ഏത്? എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ എക്സ്പെരിമെന്റ് ചെയ്യണല്ലേ. എക്സ്പെരിമെന്റിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള റിസർച്ച് ആണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ടുള്ള ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷണ രീതി. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ അഗസ്റ്റ് കോംറ്റെ, സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന വ്യക്തി എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ, എക്സ്പെരിമെന്റ് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സൊസൈറ്റിയെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്? പഠനം നടത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് എക്സ്പെരിമെന്റ് മെത്തേഡ് നോക്കാം. ഈ ഒരു എക്സ്പെരിമെന്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ കുറിച്ച് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അല്ലെ പരീക്ഷണങ്ങൾ നടത്തി അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠനം നടത്തുന്നത്. അത്തരത്തിലുള്ള മെത്തേഡ് അല്ലെ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന മെത്തേഡാണ് എന്ത്? എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എംപിരിക്കൽ മെത്തേഡ്, അതായത് അനുഭവപരമായ രീതി. എന്താണ് അനുഭവപരമായ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലുള്ള ഓരോ പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതിയാണ് ഏത്? എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സമൂഹത്തിൽ പോയിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് പഠനം നടത്തുക. അതിലൂടെ അല്ലെ നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ ഓരോ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതാണ് എന്ത്? എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് എന്ത്?
ഫങ്ഷണലിസ്റ്റ് മെത്തേഡ്. ലാസ്റ്റ് വൺ ഏതാണ്? ഫങ്ഷണലിസ്റ്റ് മെത്തേഡ്. എന്താണ് ഈ ഫങ്ഷണലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും വളരെ വിശാലമായ രീതിയിൽ പഠനം നടത്തുന്ന ഒരു മെത്തേഡിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫങ്ഷണലിസ്റ്റ് മെത്തേഡ് എന്നറിയപ്പെടുന്നു. അല്ലെ, നമ്മുടെ സമൂഹത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഓരോ പ്രതിഭാസങ്ങളെ കുറിച്ചും അതുപോലെ അല്ലെ സാംസ്കാരികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും വളരെ വിശാലമായ രീതി, അതായത് വളരെ ആഴത്തിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് പഠനം നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെത്തേഡിനെ എന്തെന്നറിയപ്പെടുന്നു? ഫങ്ഷണലിസ്റ്റ് മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ മെത്തേഡ്സുകളായിട്ടുള്ളത്. പ്രധാനമായിട്ട് 5 മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ മെത്തേഡും, കമ്പാരിറ്റീവ് മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ്, ഫൈനൽ വൺ ആയിട്ടുള്ള ഫങ്ഷണലിസ്റ്റ് മെത്തേഡ്. ഇതാണ് പ്രധാനപ്പെട്ട 5 മെത്തേഡുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്സുകളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും 5 ടെക്നിക്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 5 ടെക്നിക്സുകൾ? ഒന്നാമത്തേത് ഒബ്സർവേഷൻ, പിന്നെ ഏതൊക്കെയാണ്? ഇന്റർവ്യൂ ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, സോഷ്യൽ സർവേ, ക്വസ്റ്റ്യനെയർ എന്നിവയാണ് പ്രധാനപ്പെട്ട 5 ടെക്നിക്സുകൾ. നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ? നിരീക്ഷണം. അല്ലേ, നമ്മൾ നിരീക്ഷിക്കുകയാണ്, ഒരു കാര്യത്തെ കുറിച്ച് നിരീക്ഷിച്ച് പഠനം നടത്തുന്നതാണ് എന്ത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ കുറിച്ച് നേരിട്ട് പോയി നിരീക്ഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു ടെക്നിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക? ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് എന്താണ് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കുറിച്ച് നിരീക്ഷിക്കുന്നു. അല്ലെ, നിരീക്ഷിച്ച് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി അതിലൂടെ അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്സ് ആണ് എന്ത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഒബ്സർവേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? തരം തിരിച്ചിട്ടുള്ളത്. 2 ടൈപ്പ്, 2 ടൈപ്പുകളുണ്ട്. ഒരുപാട് ടൈപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഒബ്സർവേഷൻ പ്രധാനമായിട്ടും 2 ടൈപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും രണ്ടാമത്തെ ഏതാണ്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഒന്നാമത്തെ എന്താണ്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. എന്താണ് ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. അല്ലേ, അതായത് ഗവേഷകൻ പഠന വിധേയമാകുന്ന സ്ഥലത്ത് ചെന്ന് നേരിട്ട് പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ എവിടെയാണോ പഠനം നടത്തുന്നത് അവിടെ ചെന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്സിനെ എന്തെന്നറിയപ്പെടുന്നു? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്താണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? ഗവേഷകൻ പഠന വിധേയമാകുന്ന സ്ഥലത്ത് നേരിട്ട് ചെല്ലാതെ പുറമേ നിന്നുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ച് പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതിയെ അല്ലെ ആ ഒരു പഠനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ അവിടെ ചെല്ലുന്നില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പഠനം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ ചെല്ലാതെ ആ സൊസൈറ്റിയിൽ നിന്ന് പുറമേ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ നമ്മളൊരു നിരീക്ഷിക്കുന്നുണ്ട്. അല്ലേ, ആ ഒരു നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലായത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നതാണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷന് പ്രധാനമായും 2 ടൈപ്പുകളുണ്ട്. ഏതൊക്കെ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ഒബ്സർവേഷന് മറ്റു അതർ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസുകളാണ്. അല്ലേ, മറ്റു കുറച്ച് ടെക്നിക്സുകളും ഉണ്ട്. അതിൽ പെടുന്ന ഒന്നാമത്തേതാണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ഉണ്ട്. സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ചിട്ടയായ രീതിയുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠനത്തെ എന്തെന്നറിയപ്പെടുന്നു? സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ചിട്ടകളൊന്നുമില്ലാതെ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു നിരീക്ഷണത്തെ അല്ലെ അത്തരത്തിലുള്ള ആ ഒരു പഠന രീതി എന്തെന്നറിയപ്പെടുന്നു? അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്. നെക്സ്റ്റ് വൺ ആണ് നാച്ചുറൽ ആൻഡ് ലബോറട്ടറി ഒബ്സർവേഷൻ. നാച്ചുറൽ
ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു രീതിക്കനുസരിച്ച് പ്രകൃതിയുമായിട്ടൊക്കെ ആ ഒരു അത്തരത്തിലുള്ളല്ലേ നമ്മൾ ആ ഒരു പ്രദേശത്ത് ചെന്ന് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സാധാരണ രീതി, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ചെയ്യാതെ ഒരു സാധാരണ രീതിയിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു നിരീക്ഷണ രീതി എന്തെന്നറിയപ്പെടുന്നു? നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തത് ഏത്? ലബോറട്ടറി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലബോറട്ടറി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മളൊരു ലബോറട്ടറി, അതായത് ഒരു ലാബിൽ പോയിട്ട് കാര്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി അതിലൂടെ നിരീക്ഷിച്ച് റിസൾട്ട് കണ്ടെത്തുന്ന അത്തരത്തിലുള്ള പഠന രീതി എന്തെന്നറിയപ്പെടുന്നു? ലബോറട്ടറി ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതാണ്? നാച്ചുറൽ ഒബ്സർവേഷനും അതുപോലെ തന്നെ ലബോറട്ടറി ഒബ്സർവേഷനും. നെക്സ്റ്റ് വൺ ആണ് ഓപ്പൺ ആൻഡ് ഹിഡൻ ഒബ്സർവേഷൻ. നെക്സ്റ്റ് വൺ ഏതാണ്? ഓപ്പൺ ആൻഡ് ഹിഡൻ ഒബ്സർവേഷൻ. അപ്പോൾ ഓപ്പൺ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ, ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു തുറന്നല്ലേ, അതായത് എന്താണ്? പഠനം നടത്തുന്ന ആൾ, അതായത് ഗവേഷകൻ എന്ത് ചെയ്യുന്നു? നമ്മൾ എവിടെയാണോ പഠനം നടത്തുന്നത് അവിടെ ചെന്നിട്ട് വളരെ ഒരു തുറന്ന രീതിയിലെ കാര്യങ്ങൾ ഒരു തുറന്ന രീതിയിൽ പഠനം നടത്തുന്ന അല്ലേ, അത്തരത്തിലുള്ള ആ ഒരു പഠന രീതി എന്തെന്നറിയപ്പെടുന്നു? ഓപ്പൺ ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് ഒബ്സർവേഷൻ? ഹിഡൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഹിഡൻ ഒബ്സർവേഷൻ എന്തായിരിക്കും അല്ലേ? നമ്മൾ പഠനം നടത്തുന്ന ചെന്നിട്ട് ഓപ്പൺ അല്ല അല്ലേ, ഒരു ഒളിപ്പിച്ച് വെച്ച് ഒരു മറച്ച് വെച്ച് പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതി എന്തെന്നറിയപ്പെടുന്നു? ഹിഡൻ ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതാണ്? ഓപ്പൺ ഒബ്സർവേഷനും അതുപോലെ തന്നെ ഹിഡൻ ഒബ്സർവേഷനും പറഞ്ഞു. നെക്സ്റ്റ് ഒബ്സർവേഷൻ ആണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല, നേരിട്ട് ചെന്നില്ലേ, നമ്മൾ നേരിട്ട് ചെന്ന് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതി എന്തെന്നറിയപ്പെടുന്നു? ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അവിടെ പോയി നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? പഠനം നടത്തുന്നില്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ പഠനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഒബ്സർവേഷനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് അറിയപ്പെടുന്നു. ലാസ്റ്റ് വൺ ആണ് കോവേർട്ട് ആൻഡ് ഓവേർട്ട് ഒബ്സർവേഷൻ. കോവേർട്ട് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പഠനം നടത്തുന്നത് ആ പഠനം നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് റിസർച്ചർ എന്ത് പറയുന്നത്? നിങ്ങളെക്കുറിച്ചല്ലേ, നമ്മൾ പഠനം നടത്തുന്ന ആ സ്ഥലത്ത് ആരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ ഒരു മനുഷ്യൻ ആരെക്കുറിച്ചായാലും നമ്മൾ പഠനം നടത്തുന്നുണ്ടായിരിക്കും. ആ ഒരു പഠനം നടത്തുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് അറിയില്ല അവർ നമ്മളെക്കുറിച്ച് പഠനം നടത്തുകയാണോ. അങ്ങനെ റിസർച്ചർ ഒരു മറച്ചു വെച്ചുകൊണ്ട് പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതിയെ എന്തെന്നറിയപ്പെടുന്നു? കോവേർട്ട് ഒബ്സർവേഷൻ എന്നറിയപ്പെടുന്നു. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നു? ഓവേർട്ട് ഒബ്സർവേഷൻ. നമ്മൾ ആരെയാണോ പഠനം നടത്തുന്നത് ആ വ്യക്തിക്ക് അറിയാൻ പറ്റും അവരെക്കുറിച്ച് പഠനം നടത്തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് അറിയാൻ പറ്റും. അങ്ങനെ വളരെ ഓപ്പണായ രീതിയിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ എത്തരത്തിൽ ആ ഒരു നിരീക്ഷണ രീതി എന്തെന്നറിയപ്പെടുന്നു? ഓവേർട്ട് ഒബ്സർവേഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഒബ്സർവേഷൻ രണ്ട് ടൈപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെ? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. അതിനുശേഷം മറ്റു കുറച്ച് ടൈപ്പുകൾ വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഏതൊക്കെ? സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, നാച്ചുറൽ ഒബ്സർവേഷൻ, ലബോറട്ടറി ഒബ്സർവേഷൻ, പിന്നെ ഏതൊക്കെ? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, ഓപ്പൺ ആൻഡ് ഹിഡൻ ഒബ്സർവേഷൻ, ഫൈനൽ വൺ കോവേർട്ട് ആൻഡ് ഓവേർട്ട് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ സർവേയെ കുറിച്ചാണ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? സോഷ്യൽ സർവേ. എന്താണ് സോഷ്യൽ സർവേ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ സർവേ എടുക്കാൻ വരുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സോഷ്യൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ടെക്നിക്സ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഏതിലൂടെ ശേഖരിക്കാൻ കഴിയുന്നുണ്ട്? സോഷ്യൽ സർവേ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്സിലൂടെ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് ആ ഒരു സോഷ്യൽ സർവേ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാം. നെക്സ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത്? ഇൻ്റർവ്യൂ അല്ലേ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലേ, നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു സിനിമ ഒക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള ഇൻ്റർവ്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്നോ നേരിട്ട് കണ്ടില്ലേ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലൂടെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ടെക്നിക്സിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇന്റർവ്യൂ എന്ന് അറിയപ്പെടുന്നു അല്ലേ. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തേക്കാരം, നമ്മൾ അവരോട് നേരിട്ട് ഇടപഴകി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലൂടെ കാര്യങ്ങൾ ശേഖരിക്കുന്ന അല്ലെ വിവരങ്ങൾ ശേഖരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ടെക്നിക്സ് ആണ് എന്ത്, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇന്റർവ്യൂവിന് 2 ടൈപ്പുകളുണ്ട്. ഒന്നാമത്തേതാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, രണ്ടാമത്തെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ചിട്ടപ്പെടുത്തിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിമുഖം നടത്തല്ലേ. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇന്റർവ്യൂവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നറിയപ്പെടും അല്ലേ. നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയല്ലേ, ഒരു ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഭിമുഖം നടത്തുക അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ പ്രത്യേക ചിട്ടകളൊന്നും പ്രത്യേകം ഇല്ലാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേക ചിട്ടകളൊന്നും ഇല്ലാതെ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതി എന്തെന്നറിയപ്പെടുന്നു അല്ലേ, അല്ല അത്തരത്തിലുള്ള ആ ഒരു നിരീക്ഷണത്തെ എന്തെന്നറിയപ്പെടുന്നു, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നും അറിയപ്പെടുന്നു. അപ്പം നമ്മൾ ഇന്റർവ്യൂ എന്താന്ന് പറഞ്ഞു, ഇന്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്പുകളും പറഞ്ഞു. ഏതൊക്കെയാണ്, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവും. നെക്സ്റ്റ് വരുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലേ. കേസ് സ്റ്റഡി എന്താണ്, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചില്ലേ, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് വളരെ ആഴത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള പഠന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത്, കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്നത്. ഈ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വിശാലമായ രീതി, ഒരു ഇൻഡെപ്തായ രീതിയിൽ അല്ലേ ആ കാര്യത്തിൻ്റെ A to Z വരെ ഉള്ള കാര്യങ്ങൾ മൊത്തത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതിയെ എന്തെന്നറിയപ്പെടുന്നു, കേസ് സ്റ്റഡി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം എന്താണ് കേസ് സ്റ്റഡി എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു പഠന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത്, കേസ് സ്റ്റഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വേണല്ലേ, ഫൈനലായിട്ടുള്ള ഒന്നാണ് ക്വസ്റ്റ്യനെയർ, ചോദ്യാവലി. എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവില്ലേ, ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം ക്വസ്റ്റ്യൻസുകളുടെ അടിസ്ഥാനത്തിൽ, ഒരു കൂട്ടം ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ചോദ്യാവലി, ആ ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്സിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ക്വസ്റ്റ്യനെയർ എന്ന് അറിയപ്പെടും അല്ലേ. നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആ ഒരു ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് ഓരോ വ്യക്തികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. അത്തരത്തിലുള്ള ആ ഒരു രീതിയെ അല്ലെ അത്തരത്തിലുള്ള ആ ഒരു ടെക്നിക്സ് ആണ് എന്ത്, ക്വസ്റ്റ്യനെയർ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട 5 ടെക്നിക്സുകൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് അല്ലേ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ സോഷ്യൽ സർവേ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ. ഇതാണ് പ്രധാനപ്പെട്ട 5 ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 2 കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പോകുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് മെത്തേഡ്സും 2 ടെക്നിക്സും. പ്രധാനമായിട്ടും നമ്മൾ 5 മെത്തേഡ്സുകൾ പറഞ്ഞു, അതുപോലെ 5 ടെക്നിക്സുകളും പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളുള്ള പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അല്ലേ, 1 word ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നില്ലേ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ. അതിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡാഷ് അല്ലേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഡാഷ് ദ മെത്തേഡ്സ് റെഫർ ടു ദ കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം ഫീൽഡിൽ നിന്ന് നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ഒരു മെത്തേഡ്സിനെ പറയുന്ന പേരെന്താണ്, എംപിരിക്കൽ മെത്തേഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫീൽഡിൽ പോയി നേരിട്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള മെത്തേഡ്സ് ആണ് എന്ത്, എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, ഡാഷ് ഈസ് ഒബ്സർവേഷൻ സബ്ജക്റ്റ് ആർ അൺഅവെയർ ദാറ്റ് ദേ ആർ നോട്ട് ബീൻ ടു ഒബ്സർവേഷൻ അല്ലേ. നമ്മൾ ആരെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്, അവർക്ക് അവരെക്കുറിച്ച് പഠനം നടത്താൻ അറിയില്ല അല്ലേ, ഒരു അൺഅവെയർ ആണ്. ആ ഒരു രീതിയിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു ഇതിന് എന്തെന്നറിയപ്പെടുന്നു, കോവേർട്ട് എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഏതാണ്,
social survey is a systematically comprehensive study of particular community and analyze the problems of social problems. അതായത് സോഷ്യൽ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ സർവേ എന്ന് പറഞ്ഞാൽ എന്തല്ലേ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ഒന്നാണ് എന്ത് സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ സർവേ ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വളരെ വിശാലമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠനം നടത്തുന്നുണ്ട്. ആ ഒരു പഠന രീതിയാണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല. നമുക്കറിയാം എന്താണ് ട്രൂ ആണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ സർവേ ഉപയോഗിച്ച് ഒരു കൂട്ടം ആളുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിവരം കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈസ് എ കോംപ്രഹെൻസീവ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഗാദറിങ് ഇൻഫോർമേഷൻ അല്ലേ. നമ്മളൊരു ഇൻഫോർമേഷൻസ് എന്താണ് ഈ ഒരു കോൺവെർസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്ന അല്ലേ. നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്ററും അതേപോലെ ഇൻഫോമറും തമ്മിൽ ഇരുന്നുകൊണ്ട് കോൺവെർസേഷൻ മെത്തേഡിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഇതിനെ അല്ലേ, ആ ഒരു ടെക്നിക്സിനെ പറയുന്ന പേരെന്താണ്? ഇൻ്റർവ്യൂ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാലല്ലേ മുഖാമുഖം അല്ലേ. നമ്മൾ പരസ്പരം മുഖാമുഖം ഇരുന്ന് കാര്യങ്ങൾ അല്ലേ വിവരങ്ങൾ ശേഖരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഇതിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഇൻ്റർവ്യൂ എന്നും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അല്ലേ? നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. കുറച്ചുകൂടി നമുക്ക് നോക്കാം. എക്സ്പെരിമെൻറ്റിന് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെരിമെൻറ്റ് ഈസ് എ പോസിബിൾ ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിൽ എക്സ്പെരിമെൻറ്റ് പോസിബിൾ ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ എക്സാമിന് ഉണ്ട് എന്ന്. അപ്പോൾ അതെന്താണ്? ട്രൂ ആണ് അല്ലേ. തീർച്ചയായിട്ടും സോഷ്യോളജി എന്ത് ടൈപ്പ് ഓഫ് പരീക്ഷണങ്ങളിലെ ഈ ഒരു പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അത്തരത്തിലുള്ള ഇത് സോഷ്യോളജിയിൽ സാധ്യമാണ്. നെക്സ്റ്റ് എന്താ ചോദിച്ചില്ലേ? വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഒബ്സർവേഷൻ്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ എന്ന് പറയുന്നത് അല്ലേ. രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പുകളുണ്ട്. ഏതൊക്കെ? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. നെക്സ്റ്റ് വണ്ണാണ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ഇൻ്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഒബ്സർവേഷൻ ഈസ് വൺ ഇൻ വിച്ച് ഒബ്സർവേഷൻ ഈസ് മെയ്ഡ് ഇൻ നാച്ചുറൽ സെറ്റിങ്സ്. നാച്ചുറൽ സെറ്റിങ്സിൽ പോയി പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാച്ചുറൽ സെറ്റിങ്സിൽ പോയി പഠനം നടത്തില്ലേ. ഒരു പ്രകൃതിയുമായി സാധാരണ രീതിയിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു പഠനത്തെ എന്തെന്ന് അറിയപ്പെടുന്നു? നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഏതാണ്? ഡാഷ് ഒബ്സർവേഷൻ ഈസ് വൺ ഇൻ വിച്ച് the identify of the researcher as well as the purpose of study are known as the പാർട്ടിസിപ്പൻറ്റേഷൻ അല്ലേ. പാർട്ടിസിപ്പൻ്റ് ചെയ്ത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠനം നടത്തുന്ന അല്ലെ ആ ഒരു രീതിക്കനുസരിച്ച് പഠനം നടത്തുന്ന റിസർച്ച് അത്തരത്തിൽ പഠനം നടത്തുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരെന്താണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ആ ഒരു സൊസൈറ്റിയിൽ ചെന്നുകാണ്ട് അവിടുത്തെ പങ്കാളിയായി വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠനത്തെ പറയുന്ന പേരാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള 2 മാർക്ക് 3 മാർക്ക് 5 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതാണ്? വാട്ട് ആർ ദ ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ദ എംപിരിക്കൽ മെത്തേഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അനുഭവപരമായ രീതിയിൽ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിന് എംപിരിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ എംപിരിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അനുഭവപരമായ രീതിയിൽ നമ്മൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ടെക്നിക്സുകൾ യൂസ് ചെയ്യാം? ഇൻ്റർവ്യൂ യൂസ് ചെയ്യാൻ പറ്റും, കേസ് സ്റ്റഡി യൂസ് ചെയ്യാൻ പറ്റും, സോഷ്യൽ സർവേ യൂസ് ചെയ്യാൻ പറ്റും, ഒബ്സർവേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ അനുഭവമാണല്ലേ. അനുഭവത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ 2
മെയിൻ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ്റെ പ്രധാനപ്പെട്ട 2 ടൈപ്പുകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ട്, ഏതൊക്കെയാണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട 2 ടൈപ്പുകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ്? സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. നെക്സ്റ്റ് വൺ എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആൻഡ് എംപിരിക്കൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്താ, എംപിരിക്കൽ മെത്തേഡ് എന്താ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സോഷ്യൽ സർവേ. എന്താണ് സോഷ്യൽ സർവേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടിയും ഇത്തരത്തിലുള്ള ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ഈസ് കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വിശാലമായ രീതിയിൽ പഠനം നടത്തുന്ന അത്തരത്തിലുള്ള ആ ഒരു പഠന രീതി എന്തെന്നറിയപ്പെടുന്നു? കേസ് സ്റ്റഡി എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ദ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഇൻ്റർവ്യൂ. ക്വസ്റ്റ്യനെയറും ഇൻ്റർവ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സർവേ ആൻഡ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി അതുപോലെ സർവേ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചാപ്റ്റർ 4 എന്താണ് ഡിസ്കസ് ചെയ്തു, ചാപ്റ്ററിന് 4 വരാൻ ചാൻസ് ഉള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ വീഡിയോ കൃത്യമായ രീതിയിൽ കാണുക, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കുക, കൃത്യമായ രീതിയിൽ ഓരോ ചാപ്റ്ററുകൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.